ഹായ്, എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. ഇങ്ങനെ നല്ല മഴയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ചെറിയൊരു സ്നാക്കൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വളരെ എളുപ്പത്തിൽ അധികം സമയം അടുക്കളയിൽ ചിലവാക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്നാക്കാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒത്തിരി പേർക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ 2 കവർ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കവർ ഏകദേശം 150 ഗ്രാമാണ്. ഇത് വറുത്ത കപ്പലണ്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ വറുക്കാത്ത കപ്പലണ്ടിയാണ് കയ്യിലുള്ളതെങ്കിൽ ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ ആവുന്നതൊരു ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഈ സ്നാക്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ കറക്റ്റ് അളവില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കപ്പലണ്ടി ആയാലും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് എടുത്താൽ മതി. കറക്റ്റ് അളവില്ല. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചൊരു ബൗളിലോട്ട് ഇടാം. ഞാൻ ഒരു കവർ ഫുള്ളും പിന്നെ അടുത്ത കവറിൻ്റെ ഒരു പകുതിയും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സവോള, തക്കാളി, പച്ചമുളക് വേണം. ഇത്രയുള്ളൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര കപ്പലണ്ടിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള സവോള എടുത്താൽ മതി കേട്ടോ. ഒത്തിരി കൂടി പോകണ്ട. അപ്പോൾ കുറച്ച് കപ്പലണ്ടി ആണെങ്കിൽ ചെറിയൊരു സവോള എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ തക്കാളി വേണം. തക്കാളി ഞാൻ വളരെ ചെറുതൊരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മതി. കുറച്ച് നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഇതുപോലെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിനി അരിഞ്ഞെടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിയണം. സവാള എല്ലാം അരിഞ്ഞെടുത്തു. ഇനി തക്കാളി അരിയുമ്പം ഈ തക്കാളിയുടെ ഉള്ളിൽ കുരുവും പിന്നെ കുറച്ചിങ്ങനെ ഒരു ജെല്ല് പോലെ ഉണ്ടാവില്ലേ, അതെല്ലാം അങ്ങ് മാറ്റണം കേട്ടോ. അത് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ കപ്പലണ്ടിയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ വെള്ളം പോലെ കിടക്കും. അപ്പോൾ അതെല്ലാം ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ആ തക്കാളിയുടെ പുറം തോട് മാത്രം മതി നമുക്ക്. പിന്നെ ഈ പച്ചമുളക് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ആ സവോളയും കപ്പലണ്ടിയും പച്ചമുളകും എല്ലാം കൂടി കഴിക്കുമ്പം ചിലർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കാം. അത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂൺ മാക്സിമം, അത്രയും മതി. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. മുളക് പൊടിക്കും കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനൊരു ഏകദേശം 3/4 ടീസ്പൂൺ ആണ് ഇട്ടത്. ഈ എണ്ണ ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ പൊടി ഇടണം കേട്ടോ. നല്ല ചൂടായി പോയി കഴിഞ്ഞാൽ പൊടി ഇടുമ്പോൾ തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ആ പച്ചപ്പ് മാറി കിട്ടിയാൽ മതി. എണ്ണയിലോട്ട് ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച കപ്പലണ്ടി ഇടാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ എണ്ണയിൽ ഇങ്ങനെ പൊടികൾ കിടക്കുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിനകത്ത് ഈ മസാല എല്ലാം ഒന്ന് പിടിച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ വറുത്തെടുത്ത കപ്പലണ്ടിയാണല്ലോ. ഇനി ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ പാക്കറ്റിൽ ഇങ്ങനെ വറുത്ത കപ്പലണ്ടി മേടിക്കുമ്പോൾ അത് ഉപ്പിട്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഉപ്പിടാത്ത കപ്പലണ്ടി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിപ്പോൾ ഞാൻ തൊലിയില്ലാത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ തൊലിയുള്ള കപ്പലണ്ടി വേണേലും നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം. രണ്ടായാലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. മസാല എല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് ഉടനെ തന്നെ വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർക്കുവാണ്.
സവോള, തക്കാളി, പച്ചമുളക് ഇതൊന്നും വഴറ്റത്തില്ല, പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കേണ്ടത്. വറുത്ത കപ്പലണ്ടിയുടെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ സവോളയും തക്കാളിയും ഒക്കെ പച്ചയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പച്ചമുളകും നമ്മൾ പച്ചയ്ക്കാണ് ചേർക്കുന്നത്. അപ്പോൾ അതങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കിയാൽ മതി. ഇതിനകത്ത് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ അത്രയും മതി. ചെറുതായിട്ടൊരു പുളിക്ക് വേണ്ടി മാത്രം, ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല, ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി. വളരെ കുറച്ച് സമയം മതി, മാക്സിമം ഒരു 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. മഴ കാരണം ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.